നമസ്കാരം. തൃശൂരിന്റെ കാവൽക്കാരനാകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. നാടിനായി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്നേ വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിയുന്നതാണ്. അന്ന് ജനങ്ങൾ പോലും വിമർശിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി ചെയ്ത കാര്യങ്ങൾ വളരെയേറെ വ്യക്തമായി അറിയാം. എന്നാൽ വിധിയെ തന്നെ മാറ്റിമറിച്ച് പരിഹസിച്ചവരെ പോലും ഇന്ന് നല്ലത് മാത്രം പറയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് കൊലമാസ്. തൃശ്ശൂരിലുണ്ടായ ഓരോരോ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നോണം അദ്ദേഹം നടത്തിയെടുത്ത കാര്യങ്ങൾ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. ജനങ്ങൾക്കൊപ്പം എന്നും എവിടെയും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു എന്നതിന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ മറ്റൊരു ഉത്തരം തന്നെയാണ് ഈ വിജയം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയ സുരേഷ് ഗോപിയെ ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിൽ എത്തിക്കുമെന്ന് പറയുകയാണിപ്പോൾ. വിജയാഘോഷത്തിൽ പങ്കെടുക്കാനാണ് ഇത്തരമൊരു നീക്കം. കവടിയാറിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് തൃശ്ശൂർ ഗ്രൗണ്ടിൽ എത്തിക്കാനാണ് തീരുമാനം. പറക്കലിനുള്ള അനുവാദത്തിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം. വലിയൊരു ആഘോഷത്തിൽ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ എത്തിക്കാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഹെലികോപ്റ്റർ ഒരുക്കുന്നത്. തൃശ്ശൂരിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണെന്നും അവിടെ എത്തിയ ശേഷം പ്രതികരിക്കാമെന്നുമാണ് താരം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതേസമയം സുരേഷ് ഗോപിയുടെ ലീഡ് 73,120 കടന്നിരിക്കുകയാണ്. നേടിയ വോട്ടുകൾ 4 ലക്ഷം കടന്നു. ത്രികോണ പോരാട്ടം എന്ന് വിലയിരുത്തിയിരുന്ന തൃശ്ശൂരിൽ കണ്ടത് സുരേഷ് ഗോപിയുടെ അശ്വമേധമായിരുന്നു. ഇരു മുന്നണി സ്ഥാനാർത്ഥികളെയും അപ്രസക്തരാക്കിയാണ് സുരേഷ് ഗോപി കുതിപ്പ് തുടർന്നത്. എതിരാളികൾക്ക് ഒരു ഘട്ടത്തിലും ആധിപത്യം നേടാനായില്ല എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹം ഒരു മാസ് തന്നെ. പരിഹസിച്ചവരെ കൊണ്ട് തന്നെ ഇന്ന് ജയ് വിളിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.